ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച ഡ്രൈവിംഗ് പരീക്ഷയിലെ പരിഷ്കരണം അടിമുടി പാളി എന്ന് തന്നെ പറയാം. കാരണം ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായിരുന്നു. ഈ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 100-150 ടെസ്റ്റ് നടന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ എത്ര ടെസ്റ്റാണ് വേണ്ടത്, എത്ര നടത്തണം എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർ ഫുൾ കൺഫ്യൂഷനിലായിരുന്നു. കൂട്ടത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ടായി. അനവധി സമരം ചെയ്തവർ ഞങ്ങൾ വിജയം കണ്ടേ മടങ്ങിയിട്ടുള്ളൂ. മന്ത്രി ഒറ്റ തപ്പ് നയമാണ് സ്വീകരിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തോ അജണ്ട ഉള്ള പോലെയാണ്. കാരണം പുള്ളി ഈ മന്ത്രി നമ്മുടെ നവംബറിൽ വന്നു, അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുകയാണ്. 4/2024 സർക്കുലറിലെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മകളുടെ തീരുമാനം. 120 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ടെസ്റ്റിൽ ഇനിയുണ്ടാവുക പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ. പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. 15 വർഷം കഴിഞ്ഞ വണ്ടി കണ്ടം ചെയ്യണമെന്നൊരു നിയമത്തിൽ പോലും പറഞ്ഞിട്ടില്ല. അതും ആ വണ്ടി ഡ്രൈവിംഗ് സ്കൂളുകാർ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് അർത്ഥം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ നടത്തിയ ഗതാഗത വകുപ്പിന്റെ പരിഷ്കാരം സംസ്ഥാന വ്യാപകമായി തടസ്സപ്പെട്ടു. ഇല്ലാത്ത റൂൾസുകൾ പറഞ്ഞാൽ കുട്ടികളെ ഫെയിലാക്കുന്നത്, ഇല്ലാത്ത റൂൾസുകൾ പറഞ്ഞു ടെസ്റ്റുകൾ നല്ല രീതിയിൽ വരണം എന്നുള്ളത് നമ്മുടെയും കൂടെ കാര്യം തന്നെ. പക്ഷേ അത് ഒരു സുപ്രഭാതത്തിലും ഇങ്ങോട്ട് വന്ന് നിങ്ങൾ പഴയ വണ്ടികളെല്ലാം മാറ്റിക്കൊള്ളണം, പുതിയ രീതിയിൽ ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സാറേ. കാസർഗോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. ടെസ്റ്റ് നിർത്തിയത് COVID-19 മൂലമാണെന്ന വിചിത്ര കാരണവുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി. ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഗതാഗത വകുപ്പിനുമിടയിലെ തർക്കത്തിൽ പ്രയാസം നേരിടുന്നത് പഠിതാക്കളാണ്. പുതിയൊരു സർക്കുലർ ഉണ്ട്, പുതിയ വണ്ടി 15 ഇയേഴ്സ് പഴക്കമുള്ള വണ്ടിയൊന്നും കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് കയറാൻ പറ്റില്ല എന്നാണ് അവരും പറയുന്നത്. അത് കേട്ട് നമ്മളോട് നിൽക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളുകൾ വിട്ടുനിൽക്കുമ്പോഴും സ്വന്തം നിലയ്ക്കെത്തുന്നവരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.